അപ്പം നമ്മളിന്ന് പുറത്ത് പോവാണ് ഔട്ടിങ്ങിന്. അപ്പം ചേച്ചിമാരുണ്ട് കേട്ടോ. ഹായ് ഗൈസ്. അപ്പം നമുക്ക് അപ്പം നമ്മൾ ബസ് അവിടെ നിർത്തില്ല കാരണം അപ്പം നമ്മൾ നടക്കണം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെത്തി ഗൈസ്. ഫൈനലി എത്ര രൂപ ഓരോ റൈഡിന്? നല്ല പൈസ ഉണ്ടോ? അന്നാനി പോകണ്ട. കളിക്കണമെന്നുണ്ടോ? എന്നാ പൈസ കൊടുത്തിട്ട് കളിച്ചു. ഇപ്പൊ നമ്മളൊന്നും കയറുന്നില്ല ഗൈസ്, കാരണം ചെറിയ കുട്ടികളുടെയാണ് ഗൈസ്. പക്ഷെ നല്ലൊരു സെറ്റപ്പ് ആണ്. എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട്. നല്ല എ സി ആണ് ഗൈസ് ഇവിടെ, ഫുൾ എ സി. ഒരു 12 മണി 1 മണിക്ക് പോകുന്നു, കാരണം ചൂടല്ലേ. ഞങ്ങൾ ശരിക്കും വന്നാണ് ഇന്ന് ഏട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതിന് കേക്ക് മേടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ, അല്ലാതെ ഇവിടേക്കായിട്ട് വന്നതല്ല. പിന്നെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് കേക്ക് കൊടുക്കണം. അവനെ അറിയില്ല ഞങ്ങൾ കൊടുക്കണത്. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് പോവാണ്. നല്ലൊരു പ്ലേസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിടിച്ചിട്ടല്ലെങ്കിൽ ഞാനും കൂടെ നോക്ക്. രണ്ടുപേരും അന്തം വിട്ടിക്കണം എന്താ വാങ്ങേണ്ടത്. ഗൈസ് സൂപ്പർ. നോക്കി വന്നോട്ടോ, 590. നീ കളയൊക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇത് വാങ്ങും. ഒരു നാൾ വരും കേട്ടോ. വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇവിടെ എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വാങ്ങാൻ തോന്നണില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മാംഗോ ഫാൻസി ഐറ്റംസ് നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അച്ചാറിൻ്റെ സ്ഥലത്ത് നിന്നു. ഇത്ര വെറൈറ്റീസ് ഓഫ് അച്ചാറാണ്. നല്ല കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊന്നും വായിലൊക്കെ വെള്ളം വരും. ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അച്ചാറിൻ്റെ സൈഡിൽ സ്റ്റക്കായി. എത്രയെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ അച്ചാർ കണ്ടിട്ടുണ്ട്, അച്ചാറിൻ്റെ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. എത്രനായ അച്ചാറ് വായിന് വെള്ളം വരുന്നത്. ബീഫ് അച്ചാറുണ്ട്, അമ്പഴങ്ങ ഉപ്പിലിട്ടത്. കാണുമ്പോൾ ഇവിടെ ഇരിക്കുക. ഗൈസ്, ഇവിടെ നട്ട്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങുന്ന തീരുമാനിച്ചു ഗൈസ്. നമുക്ക് ഇറങ്ങി കാണാം. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ എത്തി ഗൈസ്, പുറത്തിറങ്ങി ഗൈസ്. പോവാണ് ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക്. അടുത്ത ലൊക്കേഷൻ നോക്കി നമ്മൾ പോവാണ്. അവിടെയാണോ പറഞ്ഞു? അൽഫാം വാങ്ങാൻ പോവാണ്. അതെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കേക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു ഗൈസ്.
ഇന്ന് കണ്ണേട്ടൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അപ്പൊ കണ്ണേട്ടനാണ് പറഞ്ഞത് അങ്ങനെ സർപ്രൈസ് കൊടുക്കാണ്. അപ്പോൾ അവനറിയില്ല ഞങ്ങൾ കേക്കൊന്നും വാങ്ങി. ഞങ്ങൾ പുറത്ത് പോവാ, ജസ്റ്റ് പുറത്ത് പോവാ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം അവൻ്റെ റിയാക്ഷൻ. സർപ്രൈസ് ആവുന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നോക്കാം. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കേക്കൊക്കെ കഴിച്ചു. കേക്കൊക്കെ മുഖത്ത് വെച്ചിട്ട് എല്ലാരും പോയി. പരിപാടി ഉഷാറായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മളൊരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ട് സർപ്രൈസ് ഇതാട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വാച്ചാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.